ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വായുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. Hello. Good evening, Deal family. Our beloved chief guest, mimicry artist Mahesh Kunjumon, and other respected dignitaries on dais, our dear parents and students, welcome to the auspicious occasion of our annual day celebration 2025, Dil Barke, Deal at 13. ഹലോ, നമുക്ക് നമ്മുടെ ഡീലിനെ കുറിച്ചൊരു ചെറിയ പരിചയപ്പെടുത്തലുണ്ട് ഇവിടെ. ആദ്യം നമ്മുടെ ഡീൽ അക്കാഡമി എന്താണെന്ന്, ഡീൽ അക്കാഡമി എങ്ങനെയാണ് തുടങ്ങിയതെന്ന് നമ്മുടെ ജനങ്ങളെ, ഇവിടെ കൂടിയ രക്ഷിതാക്കളെയും മറ്റുള്ള ആളുകളെയൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അതൊന്ന് ലോഗിൻ ചെയ്യാൻ നമ്മുടെ പ്രിയപ്പെട്ട ബഷീർ സാഹിബിനെ, ബഷീർ ഒന്ന് ലോഗിൻ ചെയ്യാം പ്ലീസ്. കരിമ്പനകളുടെയും പച്ചപ്പട്ട് വിരിച്ച നെൽപ്പാടങ്ങളുടെയും നാടായ പാലക്കാടിന്റെയും ഫുട്ബോളിനെ പ്രാണനുതുല്യം സ്നേഹിക്കുന്ന ആതിഥേയ മര്യാദകളുടെ നാടായ മലപ്പുറത്തിന്റെയും അതിർത്തി പങ്കിടുന്ന പാലക്കാടൻ ഗ്രാമം. വെള്ളിയാറിന്റെ കാൽച്ചിലമ്പ് കുലുക്കം കേട്ടുണരുന്ന കലയും കായികവും കാൽപന്ത് കളിയും കൊണ്ട് പേരുകേട്ട ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി ഏകോദര സഹോദരങ്ങളായി കാലമിത്രയും കഴിഞ്ഞുപോന്ന സാഹോദര്യത്തിന്റെ ഈറ്റില്ലം അലനല്ലൂർ. 2012-13 അധ്യയന വർഷം അലനല്ലൂരിലെ സമാന്തര വിദ്യാഭ്യാസ മേഖലയിലേക്ക് വെറും 6 വിദ്യാർത്ഥികളും ഒരുപിടി സ്വപ്നങ്ങളുമായി ഒരു ചെറുപ്പക്കാരനായ ഓട്ടോ ഡ്രൈവർ തന്റെ ഓട്ടോറിക്ഷയിൽ യാത്രയാരംഭിക്കുന്നു. നിർധനരായ മാതാപിതാക്കളുടെ 5 മക്കളിൽ അവസാനത്തവൻ, ഒരേ ഒരു ആൺതരി, മാതാപിതാക്കളുടെ മുഴുവൻ പ്രതീക്ഷയും കുടുംബത്തിന്റെ ആശ്രയവുമായവൻ. പാട്ടിനെ, മിമിക്രിയെ, പ്രത്യേകിച്ചും കലാഭവൻമണി എന്ന അതുല്യ പ്രതിഭ അനശ്വരമാക്കിയ നാടൻ പാട്ടുകളെ പ്രാണന് തുല്യം പ്രണയിച്ച വിഷ്ണുദാസ് എന്ന സാധാരണക്കാരനായ ഓട്ടോ ഡ്രൈവർ. അന്നോളം കണ്ട അയാളുടെ സ്വപ്നങ്ങൾക്ക് അയാൾ ഒരു പേര് നൽകി, ഡീൽ അക്കാദമി. തന്റെ പ്രിയപ്പെട്ട അധ്യാപകൻ കെ എ സുദർശനകുമാറിന്റെ അധ്യക്ഷതയിൽ അന്നത്തെ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മടത്തുടി റഹ്മത്തിന്റെ കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്തു. അത്യധികം ക്ലേശകരമായിരുന്നു തുടക്കം. കുറ്റപ്പെടുത്തലുകളിൽ, ഒറ്റപ്പെടുത്തലുകളിൽ തളർന്നു വീഴാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും അയാൾ തന്റെ കാക്കി യൂണിഫോമും ഓട്ടോറിക്ഷയും കൈവിടാതെ കാത്തു. പട്ടിണികൾക്കും പരാധീനതകൾക്കും പരിഹാരം കാണാൻ അന്നും അയാൾ തന്റെ ഓട്ടോറിക്ഷയിൽ നിന്ന് തന്നെയാണ് വരുമാനം കണ്ടെത്തിയത്. ആ ഇടയ്ക്ക് SSLC പരീക്ഷയ്ക്ക് തയ്യാറായിരുന്ന കുട്ടികൾക്കായി 2 മാസത്തെ ക്രാഷ് കോഴ്സ് എന്ന ആശയം മുന്നോട്ട് വെച്ചു. എങ്കിലും വെറും 11 കുട്ടികൾ മാത്രമാണ് അഡ്മിഷൻ എടുത്തത്. ഓട്ടോ ഓടിക്കിട്ടുന്ന പണം കൊണ്ട് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കേണ്ടതായി പോലും വന്നു. എങ്കിലും അയാളുടെ ഉള്ളിലെ പ്രതീക്ഷയുടെ കനൽ അപ്പോഴും എരിഞ്ഞു നീറുന്നുണ്ടായിരുന്നു. അയാൾ തന്റെ പരിചയക്കാരായ രക്ഷിതാക്കളെ നേരിൽ കണ്ട് തന്റെ സ്ഥാപനത്തെക്കുറിച്ചും അതിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും പറഞ്ഞു. പലരും പരിഹാസച്ചിരിയോടെ നിരാശനാക്കിയെങ്കിലും ചിലർ കൂടെ നിന്നു, തങ്ങളുടെ മക്കളെ ഡീലിലേക്ക് അയച്ചു. അങ്ങനെ ആദ്യ SSLC ബാച്ചിൽ 25 കുട്ടികളുമായി യാത്രയാരംഭിച്ചു.
അലനല്ലൂരിൽ ആദ്യമായി ഒരു സമാന്തര വിദ്യാലയത്തിൽ രാത്രി പഠന ക്ലാസ് എന്ന ആശയം മുന്നോട്ട് വെച്ചപ്പോൾ രക്ഷിതാക്കളും നാട്ടുകാരും കൂടെ നിന്നു. ആ കഠിന പ്രയത്നത്തിലൂടെ ആദ്യ SSLC ബാച്ചിന് 100% വിജയം കരസ്ഥമാക്കാനായി. തുടർന്നുള്ള വർഷം കൂടുതൽ പരിശ്രമത്തിലൂടെ വിദ്യാർത്ഥികളുടെ എണ്ണം 44 വർദ്ധിച്ചു. അഡ്മിഷൻ ഫീസായി കിട്ടിയ തുക എടത്തനാട്ടുകരയിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് കൈമാറിക്കൊണ്ട് ഡീൽ അക്കാദമി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും തുടക്കം കുറിച്ചു. കൂടാതെ ഈ 44 കുട്ടികളിൽ 7 കുട്ടികളുടെ പഠനത്തോടുള്ള താല്പര്യവും സാമ്പത്തികമായ ബുദ്ധിമുട്ടും മനസ്സിലാക്കി അവർക്കാവശ്യമായ പഠനക്കിറ്റുകൾ വാങ്ങി നൽകുകയും അവരെ സൗജന്യമായി തന്നെ പഠിപ്പിക്കുകയും ചെയ്തു. അന്നു തൊട്ടിന്നോളം സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന കാരണത്താൽ ഒരു വിദ്യാർത്ഥിക്കും ഡീൽ അക്കാദമി പഠനാവസരം നിഷേധിച്ചിട്ടില്ല. പല കാരണത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 30നും 40നും ഇടയ്ക്ക് വിദ്യാർത്ഥികൾ ഇന്നും ഡീൽ അക്കാദമിയിൽ നിന്നും സൗജന്യ വിദ്യാഭ്യാസം നേടുന്നുണ്ട് എന്ന് അഭിമാനത്തോടെ തന്നെ പറയാം. അവർക്കുള്ള പഠന കിറ്റും സൗജന്യമായി തന്നെ നൽകി വരുന്നു. പതിയെ പതിയെ ഡീൽ അക്കാദമി വളർന്നു. അല്ല, നിങ്ങൾ വളർത്തി. SSLCക്ക് പുറമെ മറ്റു ക്ലാസുകളിലേക്കും അഡ്മിഷൻ തേടി അലനല്ലൂരിന് പുറമെ സമീപ പ്രദേശങ്ങളിൽ നിന്നുകൂടി കുട്ടികൾ എത്തിത്തുടങ്ങി. പുസ്തകത്താളിൽ നിന്നും മനഃപ്പാടമാക്കുന്ന അറിവിനേക്കാൾ വലുത് സഹജീവികളോടും സമൂഹത്തോടും പ്രതിബദ്ധതയോടെയുള്ള സഹവർത്തിത്വമാണെന്ന് വിദ്യാർത്ഥികൾക്ക് അനുഭവത്തിലൂടെ പറഞ്ഞു മനസ്സിലാക്കി. അലനല്ലൂരിന്റെയും പരിസര പ്രദേശങ്ങളിലെയും ഓരോ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും തന്റെ പ്രിയപ്പെട്ട കുട്ടികളെ ചേർത്തു നിർത്തി മാതൃകാപരമായ സഹായങ്ങൾ നൽകാൻ നാളിതുവരെ കഴിഞ്ഞിട്ടുമുണ്ട്. കഴിഞ്ഞ 4 വർഷങ്ങളിൽ തുടർച്ചയായി SSLC പരീക്ഷയിൽ 50-ൽ അധികം ഫുൾ A+ വിജയികളെ നാടിനായി സമ്മാനിക്കാൻ കഴിഞ്ഞു എന്നത് അഭിമാനകരമാണ്. ആ നേട്ടം കൈവരിക്കാനായി നമ്മുടെ സ്ഥാപനം 24 മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കുകയുണ്ടായി. പഠനത്തിന്റെ പിരിമുറുക്കം കുറക്കാനായി കുട്ടികൾക്കായി ഫുട്ബോൾ പ്രീമിയർ ലീഗ് സംഘടിപ്പിച്ചത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. കൂടാതെ വിവിധ മേഖലകളിലെ പ്രശസ്ത വ്യക്തിത്വങ്ങളെയും TV സിനിമാ താരങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ആർട്സ് ഫെസ്റ്റുകളും ഡീൽസ് വാർഷികാഘോഷങ്ങളും പ്രൗഢഗംഭീരമായി നടത്താൻ കഴിഞ്ഞു. ഒപ്പം കുട്ടികൾക്ക് ആവശ്യമായ മോട്ടിവേഷൻ ക്ലാസുകളും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസുകളും നൽകി അവരെ അച്ചടക്കമുള്ള സംസ്കാര സമ്പന്നരായ തലമുറയായി മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തി. വെറും 6 കുട്ടികളുമായി ഒറ്റമുറി ക്ലാസ്സിൽ തുടക്കം കുറിച്ച ഡീൽ അക്കാദമി ഇന്ന് 10 മുറികളിലായി 500-ൽ പരം വിദ്യാർത്ഥികളുമായി ജൈത്രയാത്ര തുടരുകയാണ്. ഒരു നല്ല കലാകാരൻ കൂടിയായ വിഷ്ണു മലയാള ടെലിവിഷൻ മേഖലയിലെ മുൻനിര ചാനലുകളായ മഴവിൽ മനോരമ, റിപ്പോർട്ടർ TV, അമൃത TV, 24 തുടങ്ങിയ ചാനലുകളിൽ വിവിധങ്ങളായ പരിപാടികളിൽ പങ്കെടുത്ത് ജനശ്രദ്ധ ആകർഷിക്കുകയുണ്ടായി. അവിടെയെല്ലാം തന്നെ അഭിമാനത്തോടെ ആവർത്തിച്ചു പറഞ്ഞത് തന്റെ സ്ഥാപനത്തെക്കുറിച്ചും താൻ മക്കളെന്ന് ചേർത്ത് വിളിക്കുന്ന തന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെക്കുറിച്ചുമാണ്. ഡീലിന്റെ വിജയത്തിന് കൂടെ നിന്നവരെ, ഊർജം പകർന്നവരെ, വഴിയിൽ വെളിച്ചമായവരെ, പ്രിയ സുഹൃത്തുക്കളെ, പേരെടുത്തു പറഞ്ഞാൽ ആരെയെങ്കിലും വിട്ടുപോകുമെന്ന ഭയത്താൽ പേര് പറയുന്നില്ല. എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും എന്നും മനസ്സിൽ തന്നെയുണ്ട്. എങ്കിലും എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി. ഓക്കെ, താങ്ക് യു. 2013 തുടങ്ങി 2025 വരെ എത്തി നിൽക്കുന്ന ഡീലിൻ്റെ ചരിത്ര നിമിഷങ്ങളാണ് നിങ്ങളിവിടെ കണ്ടത്. ഇതിന് ഞങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുന്ന വിഷ്ണു സാർ, ഒപ്പം ഈ വിജയത്തിന് കൂടെ നിൽക്കുന്ന ടീച്ചേഴ്സ് എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട്, ഒപ്പം കൂടെ നിൽക്കുന്ന അലനല്ലൂരിലെ പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ 13ാം വാർഷികാഘോഷവേദിയുടെ ഉദ്ഘാടന സമ്മേളനത്തിനാണ് ഇനി സാക്ഷ്യം വഹിക്കുന്നത്. പേര് വിളിക്കുന്ന വിശിഷ്ട വ്യക്തികൾ വേദിയിലെത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ദിനംപ്രതി ഒരുപാട് ഉയരങ്ങളിലേക്ക് ഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം, പ്രിയപ്പെട്ട സുഹൃത്ത്, നിങ്ങളുടെ പ്രിൻസിപ്പൽ വിഷ്ണു അലനല്ലൂരിൻ്റെ നേതൃത്വത്തിലുള്ള ആത്മാർത്ഥമായി നമ്മളെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് SSLC പരീക്ഷയുടെയൊക്കെ സമയമാകുമ്പോൾ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നമ്മളെ മക്കളെ സ്വന്തം മക്കളെപ്പോലെ കണ്ടുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ വലിയ പ്രതിഭകളായി മാറ്റിയെടുക്കുന്നതിൽ വലിയ ആത്മാർത്ഥമായ സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ട വിഷ്ണു
ിൻ്റെ നേതൃത്വത്തിലുള്ള ഇവിടുത്തെ അധ്യാപകരെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഈ സ്ഥാപനത്തിൽ നിന്നും 57 കുട്ടികളാണ് സമ്പൂർണ്ണ A+ കരസ്ഥമാക്കി നമ്മുടെ നാടിൻ്റെ അലനല്ലൂരിൻ്റെ അഭിമാനമായി മാറിയത്. നിങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും വിജയാശംസകളും നേരുകയാണ്. തുടർന്ന് നിങ്ങളുടെ മുന്നോട്ടുള്ള ഗമനത്തിൽ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ കഴിഞ്ഞ SSLC +2 പരീക്ഷയിലും LSS അതുപോലെ തന്നെ പോലെയുള്ള പരീക്ഷകളിലൊക്കെ മികച്ച വിജയം കൈവരിച്ച നമ്മുടെ നാട്ടിലെ കുട്ടികളെ, ഒരു കാലത്ത് ഒരു SSLC പാസ്സായ കുട്ടി എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു അഭിമാനമായിരുന്നു. പക്ഷേ ഇന്ന് ഒരുപാട് കുട്ടികൾ നാടിൻ്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. നിങ്ങളൊക്കെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ടും നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ടും ഈ സ്ഥാപനത്തിന് ഒരിക്കൽ കൂടി എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ ഒരു വിജയോത്സവം എന്ന് പറയുന്ന ഈ ഒരു അനുമോദന ചടങ്ങ് തുടങ്ങി വെച്ചതായി അറിയിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. പ്രഭാഷണത്തിന് വേണ്ടി കുഞ്ഞാലൻ മാസ്റ്ററെ ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞ ചീഫ് ഗസ്റ്റ് മഹേഷ് കുഞ്ഞുമോൻ, ഈ പരിപാടിയുടെ അധ്യക്ഷൻ വിഷ്ണു അലനല്ലൂർ, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് ബഷീർ തെക്കൻ, അതേപോലെ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ് അബ്ദുൽ സലീം, മെമ്പർമാരായ വാർഡ് മെമ്പേഴ്സ് പി മുസ്തഫ, റഷീദ് ആലായൻ, സുദർശനകുമാർ, ബാബു മൈക്രോടെക്, യൂസഫ് വാക്കത്ത്, വേണു മാസ്റ്റർ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, നേരത്തെ ഇവിടെ കാണിച്ചതുപോലെ ഏകദേശം ഒരു 13 വർഷങ്ങൾക്ക് മുമ്പ് കേവലം 6 വിദ്യാർത്ഥികളുമായി അലനല്ലൂരിൽ ഒരൊറ്റ റൂമിൽ ആരംഭിച്ച ഡീൽ അക്കാഡമി എന്ന സ്ഥാപനം 13 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഏകദേശം 500-ലധികം വിദ്യാർത്ഥികളും 40ഓളം അധ്യാപകരും ഉൾക്കൊള്ളുന്ന ബൃഹത്തായ ഒരു സ്ഥാപനമായി, ഒരു സമാന്തര വിദ്യാലയമായി ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ സ്റ്റെപ്പിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ഒക്കെ വിഷ്ണു അലനല്ലൂർ എന്ന് പറയുന്ന കലാകാരൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും ഫലമാണ് എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും അറിയാവുന്നതാണ്. തൻ്റെ സ്ഥാപനത്തിൽ ഒരു നിശ്ചിത വിദ്യാർത്ഥികളെ മാത്രം അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ആ വിദ്യാർത്ഥികളെ പഠിച്ച് പഠന സംബന്ധവും പാഠ്യേതരവുമായ അവരുടെ മികവും കുറവുകളും മനസ്സിലാക്കി ഓരോ കുട്ടികളെയും ഇൻഡിവിജ്വലായി കെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനം സമാന്തര വിദ്യാഭ്യാസ മേഖലയിൽ അലനല്ലൂരിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ തൻ്റെ സ്ഥാപനത്തിൽ ഒരു 500ഓളം വിദ്യാർത്ഥികളുണ്ടെങ്കിലും ആ 500 വിദ്യാർത്ഥികളുടെയും മുഴുവൻ ഡാറ്റയും ഈ സ്ഥാപനത്തിൻ്റെ മേധാവി വിഷ്ണു അലനല്ലൂരിന് ഒരു വിദ്യാർത്ഥി തൻ്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ആ വിദ്യാർത്ഥിയുടെ ഏത് വിഷയമാണ് പഠിക്കാൻ ബുദ്ധിമുട്ട്, എന്താണ് ആ കുട്ടിയുടെ ഒരു സ്റ്റാറ്റസ്, അതേപോലെ ആ കുട്ടിയുടെ അച്ഛൻ്റെ ജോലി, അമ്മയുടെ ജോലി, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു സാമ്പത്തിക സ്ഥിതി, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഒരു 500ഓളം വിദ്യാർത്ഥികൾ തൻ്റെ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോരോ വിദ്യാർത്ഥികളെയും ഇങ്ങനെ ഇൻഡിവിജ്വലായി കെയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ഥാപന മേധാവി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ശക്തമായ കർശനമായ അച്ചടക്കവും അതേപോലെ തന്നെ ചേർത്ത് നിർത്തലിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ പാഠങ്ങൾ കേവലം പാഠപുസ്തകങ്ങളിൽ നിന്നല്ലാത്ത ഈ ചേർത്ത് നിർത്തലിൻ്റെയൊക്കെ ഈ സാഹോദര്യത്തിൻ്റെയും ഒക്കെ സ്നേഹപാഠങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ട് തന്നെ തൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ നിശ്ചിതമായിട്ടുള്ള ഒരു ശതമാനം വർഷാവർഷങ്ങളിൽ അലനല്ലൂരിൻ്റെയും പരിസര പ്രദേശങ്ങളിലൊക്കെയുള്ള പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾക്ക്
കേവലം ഒരു പേരിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പരസ്യത്തിന് വേണ്ടിയിട്ടോ അല്ലാതെ വർഷാവർഷവും നൽകിപ്പോരുന്നത് കൊണ്ട് ഈ സ്ഥാപനം ഇന്ന് നിൽക്കുന്ന ഈ നിലയിലേക്കുന്നത് അതുകൊണ്ട് തന്നെയാണെന്ന് നാം ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. അതേപോലെ തന്നെ ഈ സ്ഥാപനത്തിൽ പഠിക്കാൻ പ്രയാസമുള്ള കുട്ടികൾക്ക് പഠന കിറ്റുകൾ നൽകിക്കൊണ്ടും അതേപോലെ തന്നെ എല്ലാ വർഷങ്ങളിലും ഒരു 50-ലധികം വിദ്യാർത്ഥികളിൽ നിന്ന് ഒരു ഫീസും വാങ്ങിക്കാതെ ഈ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നതും അതേപോലെ തന്നെ ഈ സ്ഥാപനത്തിൽ വരുന്ന വിദ്യാർത്ഥികളൊക്കെയും വളരെ ശ്രദ്ധയോടെ അറ്റൻഷൻ ഓരോ കുട്ടിയെയും ഇൻഡിവിജ്വൽ കെയർ കൊടുത്തുകൊണ്ടുമൊക്കെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് സമാന്തര വിദ്യാഭ്യാസ മേഖലയിൽ ഡീൽ അക്കാഡമി എന്ന സ്ഥാപനം ഇത്ര ഉയർന്നു നിൽക്കുന്നത്. ഞാൻ വിശദമായി ഒരു സ്വാഗത പ്രസംഗത്തിലേക്ക് മുതിരുന്നില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ മഹത്തായ സെക്ഷൻ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഒറ്റപ്പാലം നിയോജക മണ്ഡലം MLA ആണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ മേധാവി വിഷ്ണു അലനല്ലൂരാണ്. അദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കാൻ എത്തിയിട്ടുള്ള മണ്ണാർക്കാടിൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസീത ടീച്ചർ, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ സാഹിബ്, അതേപോലെ തന്നെ ബ്ലോക്ക് മെമ്പർ അബ്ദുൽ സലീം, P. മുസ്തഫ, റഷീദ് ആലായൻ, സുദർശനകുമാർ, ബാബു മൈക്രോടെക്, യൂസഫ് പാക്കത്ത്, വേണു മാസ്റ്റർ തുടങ്ങിയ മഹൽ വ്യക്തിത്വങ്ങളെ സ്നേഹത്തോടെ ഈ മഹത്തായ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ രക്ഷിതാക്കളെയും വിദ്യാർത്ഥിനികളെയും ഒരിക്കൽ അതേപോലെ തന്നെ പേരെടുത്ത് പറയാൻ വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും വ്യക്തിത്വങ്ങളുണ്ടെങ്കിൽ അദ്ദേഹവരെയൊക്കെയും ഈ മഹത്തായ പരിപാടിയിലേക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ ഭാഷണത്തിന് വേണ്ടി വിഷ്ണു അലനല്ലൂരിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഡീൽ അക്കാദമിയുടെ 13 വർഷത്തെ അഭിമാനകരമായ മുന്നേറ്റത്തിന് മുന്നിൽ നിന്ന് നയിച്ച ഞങ്ങളുടെ പ്രിയ പ്രധാനാധ്യാപകൻ അലനല്ലൂരിൻ്റെ അനുഗ്രഹീത കലാകാരൻ വിഷ്ണു അലനല്ലൂർ ഡീൽ അക്കാദമിയുടെ 13ാം വാർഷികാഘോഷ വേദിയിൽ അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നു. സ്നേഹപുരസരം ക്ഷണിക്കുന്നു. മക്കള് പുറത്ത് പോയ കുട്ടികളൊന്ന് സ്റ്റേജിലിരിക്കുക. സുജി സാർ, ആ പെൺകുട്ടികളൊന്നും വിടരുത്, ഞാൻ പറഞ്ഞിട്ടില്ലേ. നിസാം സാർ, ആ പെൺകുട്ടികൾ താഴ്ത്തിക്ക് കൊണ്ടാണ്ടു. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികൾ നമ്മുടെയൊക്കെ ക്ഷണം സ്വീകരിച്ച് എല്ലാ വർഷവും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരാണ്. വേദിയിൽ ഓരോരുത്തരെ ഞാൻ പ്രത്യേകമായിട്ട് അഭിസംബോധന ചെയ്യുന്നില്ല. നമ്മുടെ MLA ഒരു 8:30-8:45 ആകുമ്പോഴേക്കും അദ്ദേഹം ഒറ്റപ്പാലത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്നിട്ട് അദ്ദേഹമാണ്. അദ്ദേഹത്തെയും അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് മെമ്പറായിട്ടുള്ള അബ്ദുൽ സലീം അവർകളുണ്ട്, വാർഡ് മെമ്പറായിട്ടുള്ള P. മുസ്തഫ അവർകളുണ്ട്, റഷീദ് ഉണ്ട്, നമ്മുടെ ബാബു മൈക്രോട്ട്, നമ്മുടെ കേരള വ്യാപാരി വ്യവസായിയുടെ പ്രസിഡൻ്റായിട്ടുള്ള ബാബു മാഷുണ്ട്, നമ്മുടെ യൂസഫ് ഉണ്ട്, അതുപോലെ തന്നെ വേണു മാഷുണ്ട്, നമ്മളെ ശശിയേട്ടൻ, റഹീസ് ഭായ്, പിന്നെ ഏറ്റവും നമ്മുടെ പ്രിയപ്പെട്ട മഹേഷ് കുഞ്ഞുമോൻ, അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ടവരായിട്ടുള്ള സുഹൃത്തുക്കൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, പ്രിയപ്പെട്ട കുട്ടികൾ, എല്ലാവർക്കും വളരെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഹലോ ശ്രദ്ധിക്കണ്ടോ? ഒരു കൈയടിച്ച് എല്ലാവരും. എനിക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് ശീലമുള്ളതുകൊണ്ടാണ്. നേരത്തെ ഇവിടെ നിങ്ങളൊരു നരേഷൻ കണ്ടു. സത്യത്തിൽ ഞാനത് ഇത്രത്തോളം ഉണ്ടെന്ന് അറിഞ്ഞിട്ടില്ല. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും എന്നെ ഒരു കൈപിടിച്ചുയർത്തുന്നതിൽ പ്രധാന പങ്കായിട്ടുള്ള ഷഹനീർ ബാബുക്ക, അദ്ദേഹമാണത് ചെയ്തത്. അദ്ദേഹത്തിന് ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ്. ബാബുക്കയാണ് അത്. കാരണം ബാബുക്കാക്കാണ് ഡീലിനെ കുറിച്ച് A to Z കാര്യങ്ങൾ അറിയുക. കാരണം എൻ്റെ കൂടപ്പിറപ്പായിട്ട് എല്ലാ കാര്യത്തിനും തുടക്കം മുതലുണ്ടായിരുന്ന ആളാണ്.
ഞങ്ങൾ തമ്മിൽ കലാകാരന്മാർ എന്നുള്ള രീതിയിൽ മാറിപ്പോയപ്പോൾ അങ്ങനെ മാറിപ്പോയതാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, വിഷ്ണു നമുക്ക് ഉദ്ഘാടന സെക്ഷന് മഹേഷിനെ പോലെ ആളുകൾ വരുന്നുണ്ട്, അതുപോലെ MLA ഒറ്റപ്പാലം MLA ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ ഡീലിനെ കുറിച്ച് അറിയണമെങ്കിൽ ഞങ്ങൾ വിഷ്ണു ഇങ്ങനെ പറയുന്നേക്കാൾ നല്ലത് ഒരു നരേഷൻ ഇടുകയാണ്. അപ്പോൾ ഞാനൊരു നരേഷൻ റെഡിയാക്കുന്നുണ്ട്. അത് നാസറിനെ വിളിച്ച് ഈ പ്രിയപ്പെട്ട നാസർ ഖാനെ വിളിച്ച് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു നരേഷൻ തയ്യാറാക്കിയതാണ്. അദ്ദേഹം അത് തുടക്കം മുതലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. സത്യത്തിൽ ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടാണ് തുടങ്ങിയത്. പക്ഷേ ഇപ്പം ഞാനിന്ന് B.Ed സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ് എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി അറിയിക്കുകയാണ്. ഞാൻ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് PG കഴിഞ്ഞ് ഇപ്പോൾ B.Ed സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. ഈ വർഷം എൻ്റെ B.Ed അവസാനിക്കും. അപ്പോൾ അതും കൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഡീലിൻ്റെ ചരിത്രം ഇനി ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം അദ്ദേഹം ഒരുപാട് പറഞ്ഞു. ഇരിക്കുന്നവരും അതിലേറെ പറയാനുണ്ടാവും. അപ്പോൾ അവരൊന്നും പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, കാരണം നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് നമ്മുടെ മഹേഷിൻ്റെ പ്രോഗ്രാമിനാണ് അല്ലേ? മഹേഷിൻ്റെ പ്രോഗ്രാമിനല്ലേ? മഹേഷ് നമുക്കറിയാം ഇത്രത്തോളം ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് കടന്നു വന്ന ഒരാളാണല്ലേ. നമ്മളൊക്കെ അദ്ദേഹത്തിൻ്റെ രൂപം തൊട്ട് മുമ്പ് സ്ക്രീനിൽ കണ്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അലനല്ലൂരിലേക്ക് ഇത്രയും വലിയ കലാകാരന്മാരെ കൊണ്ടുവരാൻ നമ്മുടെ ഡീൽ അക്കാഡമിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ അഭിമാനിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഫ്ലവേഴ്സ് ചാനലിലെ ബിജുക്കുട്ടൻ ചേട്ടൻ, അതുപോലെ തന്നെ മിഥില സാർ ഉൾപ്പെടെ അനൂപേട്ടൻ, അനുമോൾ, അങ്ങനെ ഒരുപാട് ആളുകളെ ഈ വേദി അലനല്ലൂരിലേക്ക് കാണിച്ചു കൊടുക്കാൻ എന്നെ ഫ്ലവേഴ്സുകാർ അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ അവരൊക്കെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടു കൂടി ഓർക്കുന്ന കാര്യമാണ്. അതും നമ്മളെപ്പോലുള്ള ഒരു ചെറിയ ട്യൂഷൻ സെൻറ്റർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡീൽ അക്കാഡമി എന്നുള്ളത് ഒരു ചെറിയ ട്യൂഷൻ സെൻ്ററാണ്. എല്ലാ നാട്ടിലും ഒരു പ്രാദേശിക രീതിയിൽ എല്ലായിടത്തും ഉണ്ടാവുന്ന ഒരു ചെറിയ ട്യൂഷൻ സെൻറ്റർ മാത്രമാണ് ഡീൽ അക്കാഡമി. പക്ഷേ ഇതിനെ എൻ്റെ നാട്ടുകാർ നെഞ്ചിലേറ്റുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ ഡീൽ അക്കാഡമി എന്നുള്ളത് കഴിഞ്ഞ 5-6 വർഷമായിട്ട് അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഫുൾ A+ വാങ്ങുക, അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിലൊക്കെ മുന്നിട്ട് നിൽക്കുക. കൂടുതലൊന്നും പറയുന്നില്ല, ഞാൻ ഇമോഷണലാവും. ആ വീടാണ് പാകെ ഭയങ്കര പ്രയാസമായി. ഓക്കെ, അപ്പോൾ നമ്മൾ ഉദ്ഘാടനം കുറച്ച് കഴിഞ്ഞിട്ടാണ് വേദിയിൽ നടത്തുക. അപ്പോൾ നമുക്ക് ആശംസാ പ്രസംഗത്തിന് വേണ്ടിയിട്ട് വളരെ സ്നേഹത്തോടെ നമ്മുടെ ബ്ലോക്ക് മെമ്പറായിട്ടുള്ള സലീം കെ ക്ഷണിക്കുകയാണ്. ഞാൻ വിളിച്ച കുറേ ആളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാവരും പേരെടുത്ത് സ്റ്റേജിൽ കയറ്റാൻ പറ്റുന്ന, ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ അതിനേക്കാൾ സ്റ്റേജിൽ ഇരിക്കേണ്ട ആളുകൾ ഇവിടെ ഉണ്ട്. എനിക്കറിയാം എല്ലാവരെയും സ്റ്റേജിൽ വിളിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ്. സംഗീത ടീച്ചർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ സലീം കെ വളരെ സ്നേഹത്തോടെ 2 വാക്ക് ആശംസകൾ നേരാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഏറെ ആഹ്ലാദം നിറഞ്ഞു നിൽക്കുന്ന ഡീൽ അക്കാഡമിയുടെ 13ാം വാർഷികത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളവരെ, ഈ വാർഷിക പരിപാടിയുടെ അധ്യക്ഷൻ ഡീലിൻ്റെ എല്ലാമായ വിഷ്ണു അലനല്ലൂർ, അതുപോലെ ഇവിടെ ഇന്ന് ഇത് ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേരുന്ന പ്രിയപ്പെട്ട ഒറ്റപ്പാലം MLA പ്രേമേട്ടൻ, അതുപോലെ ഇന്ന് നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള മഹേഷ് കുഞ്ഞുമോൻ, അതുപോലെ ഈ വേദിയിലുള്ള മുസ്തഫാക്ക, റഷീദാക്ക, ബാബുട്ടൻ, ശശിയേട്ടൻ, വേണുവേട്ടൻ, യൂസഫ് പാക്കത്ത്, അതുപോലെ ഇവിടെ പങ്കെടുക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുപോലെ ഡീൽ അക്കാഡമിയുടെ നെടുന്തൂണായി പ്രവർത്തിക്കുന്ന വിഷ്ണുവിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള പ്രിയപ്പെട്ട അധ്യാപകരെ, ഡീലിലെ പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, ഡീലിനെക്കുറിച്ചും വിഷ്ണുവിനെക്കുറിച്ചുമൊക്കെ ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഇതിനു മുമ്പ് പ്രദർശിപ്പിച്ച ഹ്രസ്വചിത്രത്തിൽ കൂടി മനസ്സിലാക്കിയിട്ടുണ്ടാവും.
കഴിഞ്ഞ 13 വർഷക്കാലമായി വളരെ ചെറിയ രൂപത്തിൽ ആരംഭിച്ച് ഇന്ന് അലനല്ലൂരിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി, സമാന്തര വിദ്യാഭ്യാസം എന്നതിനപ്പുറം നമ്മുടെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ സാധാരണക്കാരായ രക്ഷിതാക്കൾ തിരഞ്ഞെടുക്കുന്ന ഒരു വിദ്യാലയമാണ് അല്ലെങ്കിൽ ട്യൂഷൻ സെൻ്ററാണ് ഡീൽ അക്കാഡമി. ഞാനൊരു ദീർഘിപ്പിച്ച ഒട്ടനവധി ആളുകൾ ആശംസകൾ അറിയിപ്പിക്കാനുണ്ട്. ഞാൻ ദീർഘിപ്പിച്ച് ഒരു ആശംസാ പ്രസംഗം നടത്തുന്നില്ല. ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ കാഴ്ചപ്പാടുകളിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ട്യൂഷൻ സെൻറ്ററുകൾ കുട്ടികളുടെ സമയം കവർന്നെടുക്കുന്നു, അല്ലെങ്കിൽ അവരുടെ കളിക്കാനുള്ള അല്ലെങ്കിൽ മറ്റു രൂപത്തിലേക്കുള്ള ആഹ്ലാദങ്ങളിലേക്കും അവരുടെ ആക്ടിവിറ്റീസിലേക്കും പോകാനുള്ള സമയം കവർന്നെടുക്കുന്നു എന്ന് പലപ്പോഴും പല വേദികളിലും പല ആക്ഷേപങ്ങളുമൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഡീൽ അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം തീർത്തും വിഭിന്നമായിട്ടുള്ള ഒരു രീതിയാണ് വിഷ്ണുവിൻ്റെ നേതൃത്വത്തിലുള്ള ഡീൽ അക്കാഡമിയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുമ്പോൾ കണ്ടിട്ടുള്ളത്. കുട്ടികളെ വിദ്യാഭ്യാസം നൽകുകയും അവരുടെ അക്കാഡമിക് നിലവാരം ഉയർത്തുന്നതിനു വേണ്ടി ഏതറ്റം വരെ പോയും അവരെ എല്ലാ രൂപത്തിലും സഹായിച്ചുകൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് അവരോട് തോളോട് തോൾ ചേർന്നുകൊണ്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ എല്ലാതരം എൻ്റർടൈൻമെൻറ്റുകളിലും ആഹ്ലാദങ്ങളിലുമൊക്കെ അവരോടൊപ്പം പങ്കുചേർന്നുകൊണ്ട് അവർക്ക് ഒരിക്കലും ഒരു നമ്മുടെ എന്താ പറയുക സ്കൂൾ സമയം കഴിഞ്ഞുകൊണ്ട് നമ്മളൊരു ട്യൂഷൻ സെൻറ്ററിൽ ചിലവാക്കുമ്പോൾ ആ സമയം ഒരു എന്താ പറയുക അധികം അവരവരുടെ കളിക്കേണ്ട സമയം കവർന്നെടുക്കുക എന്നുള്ള തോന്നൽ ഉണ്ടാക്കാത്ത രൂപത്തിൽ കളിയും പഠനവും ഒക്കെ ആയിട്ട് കളിയും കാര്യവുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഡീൽ അക്കാഡമി. അത്തരത്തിൽ വളരെ കുറച്ച് സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ അലനല്ലൂരിൽ. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ രൂപത്തിൽ ആരംഭിച്ച് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ചെറിയ രൂപത്തിൽ ആരംഭിച്ച് ഇന്ന് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച രൂപത്തിൽ 500-ലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു വളരെ വലിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് മാറാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു ഇടപെടലിലൂടെയാണ്, ഒരു പ്രവർത്തനത്തിലൂടെയാണ്. ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഡീൽ അക്കാഡമിയുടെ നെടുന്തൂണായിട്ടുള്ള വിഷ്ണു അലനല്ലൂർ ഉൾപ്പെടെയുള്ള അവരുടെ ടീമിനെ എല്ലാ തരത്തിലും വളരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഈ ഒരു വാർഷികാഘോഷ ചടങ്ങിനെ എല്ലാവിധ ആശംസകളും ചേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചുരുങ്ങിയ വാക്കിൽ ആശംസകൾ നേരുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പറായിട്ടുള്ള പി മുസ്തഫാക്ക ക്ഷണിക്കുന്നു. വേദിയുടെ അധ്യക്ഷൻ ഡീലിൻ്റെ വിഷ്ണു, അതുപോലെ തന്നെ വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, ഡീൽ അക്കാഡമിയെ സംബന്ധിച്ച് ഒരുപാട് പരത്തി പറയണമെന്ന് തോന്നുന്നില്ല. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വളരെ ചുരുങ്ങിയ സംവിധാനത്തോടു കൂടി അലനല്ലൂരിൽ ആരംഭിച്ച ഒരു സ്ഥാപനം ഇന്ന് ഈ രൂപത്തിലെത്തി നിൽക്കാൻ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരനായിട്ടുള്ള വിഷ്ണു എല്ലാ മേഖലയിലും അലനല്ലൂരിനെ എന്നുള്ളതല്ല കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന രൂപത്തിലുള്ള കലാകാരനായി മാറാൻ കഴിഞ്ഞതും ഈ സ്ഥാപനത്തിൻ്റെ വലിയ നേട്ടമാണ്. ആ നേട്ടത്തിനൊപ്പം അലനല്ലൂർക്കാർ വളരെ ആശ്വാസത്തോടുകൂടി അതിനെ നെഞ്ചിലേറ്റാണ്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വർഷം തോറും നടത്തി വരുന്ന ഈ ആഘോഷത്തിൻ്റെ പരിപാടികൾ പങ്കെടുക്കുന്ന രക്ഷിതാക്കളും കുട്ടികളും. അതിനപ്പുറം അലനല്ലൂർക്കാർക്ക് വേണ്ട
സഹായ സഹകരണങ്ങൾ പാലിയേറ്റീവ് രംഗത്താണെങ്കിലും മറ്റ് വിവിധ മേഖലകളിലാണെങ്കിലും തൻ്റെ കഴിവ് പ്രകടിപ്പിക്കാനും തന്നാൽ കഴിയുന്ന രൂപത്തിലുള്ള സഹായ സഹകരണം ചെയ്തു കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഈ സ്ഥാപനം അതിൻ്റെ ഒപ്പം നിൽക്കുന്ന അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അവരുടെ വലിയ മനസ്സിനെ നമ്മൾ അലനല്ലൂർക്കാരെന്നും അവർക്ക് എന്നും മറക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടാണ് DLൻ്റെ മുന്നോട്ടുള്ള പോക്കെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട വ്യാപാരി വ്യവസായിയുടെ പ്രസിഡന്റ് ബാബുമാഷിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, ഡീൽ അക്കാദമിയെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. കാരണം ഇവിടെ നേരത്തെ കണ്ട പ്രസൻറ്റേഷനിൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ അത് അധിക പ്രസംഗമാവും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ ഒരാളുടെ കമ്മിയുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിൽ ഓർക്കുന്നു, മിസ്റ്റർ ഷഹനീർ ബാബു. അപ്പോൾ ഷഹനീർ ബാബുവിൻ്റെ സാന്നിധ്യം നമ്മൾ ആ സ്ക്രീനിലൂടെ കാണുകയും ചെയ്തു. കാരണം ഷഹനീർ ബാബുവിൻ്റെ ശബ്ദമാണ് അവിടെ നമ്മൾ കേട്ടത്. ഡീലിനെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ സാന്നിധ്യം ഡീലിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തുടക്കം മുതൽ ഇതുവരെ എല്ലാ പ്രോഗ്രാമിലും ഒട്ടുമിക്ക എല്ലാ പ്രോഗ്രാമിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ പ്രവേശനോത്സവത്തിലടക്കം പങ്കെടുത്തിട്ടുണ്ട്. പല പേരുകളിലാണ് പങ്കെടുക്കുന്നതെന്ന് മാത്രം. ചിലപ്പോൾ ഉദ്ഘാടകനായിരിക്കും, ചിലപ്പോൾ ആശംസയായിരിക്കും, ചിലപ്പോൾ പാട്രൺ അല്ലെങ്കിൽ രക്ഷാധികാരി എന്നുള്ള പേരിലായിരിക്കും. അങ്ങനെ എല്ലാറ്റിലും കയ്യൊപ്പ് വയ്ക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് ഡീൽ. ഡീലിനും ഡീൽ ടീമിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. രണ്ടു വാക്കിലെ ആശംസകൾ നേരാൻ റഷീദ് ആലയൻ. റഷീദ് കെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഡീൽ അക്കാദമിയുടെ എല്ലാമായ വിഷ്ണു, വേദിയിലെ വിശിഷ്ടാതിഥികൾ, വിവിധ രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കന്മാർ, ജനപ്രതിനിധികൾ, മുഖ്യാതിഥി വ്യാപാരി വ്യവസായിയുടെ പ്രതിനിധികൾ, ഡീൽ അക്കാദമിയുടെ അഭ്യുദയകാംക്ഷികൾ, ഇവിടെ കുട്ടികളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നത് മറ്റ് പ്രോഗ്രാമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ക്ലാസ് റൂമിലിരുന്ന് കുശലം പറയാൻ വിഷ്ണുവും വിഷ്ണു ഉൾപ്പെടെയുള്ള അധ്യാപകരുടെ കർക്കശ സ്വഭാവം കുട്ടികളെ അനുവദിക്കുന്നില്ല എന്നുള്ളത് കൃത്യമായും മനസ്സിലാക്കുന്നുണ്ട്. കാരണം എല്ലാവരും സംസാരിക്കാനാണ്, പരസ്പരം സംസാരിക്കാനാണ് ഈ അവസരം കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത്. ഇവിടെ നമുക്കറിയാം, സാധാരണക്കാർ +2 ഒരു അഡ്മിഷൻ കിട്ടാൻ വല്ലാതെ പ്രയാസപ്പെടാറുണ്ട്. 10ാം ക്ലാസ്സിലേക്ക് ജയിച്ചാൽ കുട്ടിക്ക് ഫുൾ A+ വേണം, നല്ല കലാലയങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കണം എന്നാഗ്രഹിക്കാത്ത പാരൻസ് ഇല്ല, രക്ഷിതാക്കളില്ല. അതോടൊപ്പം തന്നെ +2 തന്നെ ഉയർന്ന മാർക്ക് നേടണം എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കും. പക്ഷേ എല്ലാ രക്ഷിതാക്കൾക്കും അതിന് കുട്ടികളെ കൃത്യമായി പഠിപ്പിക്കാൻ കഴിയില്ല, സമയമില്ല. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അധ്യാപകർക്ക് പരിമിതമായി കിട്ടുന്ന സമയം ഇതിനൊന്നും പര്യാപ്തവുമല്ല. അപ്പോഴാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുന്നത്. ഇവിടെ ഡീൽ അക്കാദമി ഒരുപാട് വർഷങ്ങളായി പ്രവർത്തിക്കുന്നു. ഇവിടുത്തെ രക്ഷിതാക്കളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് അവരുടെ കുട്ടികളെ എല്ലാ പരീക്ഷകളിലേക്കും ആത്മവിശ്വാസം നൽകി പരീക്ഷകളെ നേരിട്ട് ഉന്നത വിജയം നേടാൻ അലനല്ലൂരിലെ പുതിയ തലമുറയെ, മാറി മാറി വന്ന തലമുറയെ സജ്ജരാക്കുന്നതിൽ അലനല്ലൂരിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ പങ്ക് വഹിക്കാൻ ഡീൽ അക്കാദമിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഞാൻ ഈ സ്ഥാപനത്തെ കാണുന്നത്. വിഷ്ണു നേരത്തെ പറഞ്ഞു എല്ലാ നാട്ടിലും ഒരു പാരലൽ കോളേജ് ഉണ്ടാകുമെന്ന്. ഇത്തരത്തിലുള്ള പാരലൽ കോളേജുകളാണ് സാധാരണക്കാരായ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. +2 സീറ്റ് കിട്ടണമെങ്കിൽ
ആര് നടത്തുന്ന മാനേജ്മെൻ്റ് ആണെങ്കിലും 30,000, 35,000, 40,000 രൂപ കൊടുത്തിട്ട് വേണം +2 സീറ്റ് ലഭിക്കാൻ. മാനേജ്മെൻറ്റ് ആരുടേതെന്നില്ല. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലരും മാനേജ്മെൻറ്റിലുണ്ടാവും. അത്തരത്തിലുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ പഠന നിലവാരം ഒന്ന് മെച്ചപ്പെടുത്താൻ, ഒന്ന് ഉഷാറാക്കി എടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ വലിയ സഹായം അവർക്ക് ആവശ്യമായി വരികയാണ്. അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിലെ കുട്ടികളുടെ കലാപരിപാടി മികച്ചതാണ്. അവർക്ക് കൂടുതൽ അങ്ങനെ കുട്ടികൾക്ക് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ കൂടുതൽ ആത്മവിശ്വാസം തോന്നുന്നത് വിഷ്ണു അലനല്ലൂരിൻ്റെ ഒരു അനുഗ്രഹീത കലാകാരനാണ്. അങ്ങനെ വിഷ്ണു ഒരു അനുഗ്രഹീത കലാകാരനായപ്പോൾ തന്നെ അലനല്ലൂരിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിഷ്ണുവിൻ്റെ നല്ല ഈരടികൾ, പ്രയാസപ്പെടുന്ന, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന, ഒരു വേദന സംഹാരി ഗുളിക വാങ്ങാൻ പണമില്ലാതെ വരുന്ന ആളുകൾക്ക് അലനല്ലൂരിൽ ഒരുപാട് നല്ല അനുഗ്രഹീത ഗായകരുടെ ഗാനം അവരെ സഹായിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വിഷ്ണു ഉൾപ്പെടെ, വിഷ്ണു മാത്രമല്ല, നല്ല അങ്ങനെ ഒരുപാട് ഗായകരുണ്ട്. അപ്പോൾ അതിലൊക്കെ സമൂഹത്തിൻ്റെ എല്ലാ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിലും വിഷ്ണുവിൻ്റെയും സ്ഥാപനത്തിൻ്റെയും ഒരു പങ്കുണ്ടാകാറുണ്ട്. ഇവിടെ വേദിയിലിരിക്കുന്നവരും സ്റ്റേജിലിരിക്കുന്നവരും നമ്മുടെ ഇവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ആളുകളെ സമീപിക്കുന്നവരാണ്. അപ്പോഴും തന്നെ വിഷ്ണുവിൻ്റെ സ്ഥാപനത്തിൻ്റെ ഒരു സഹായം ലഭിക്കാറുണ്ട്. ഏതാണെങ്കിലും നീട്ടി സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവിടെ എന്ത് വേണമെങ്കിലും സംസാരിക്കാം. ഹാളിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കലാപരിപാടിയും മറ്റ് പരിപാടിയുമാണ് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രക്ഷിതാക്കളെ സംബന്ധിച്ചും തന്നെ അത്തരത്തിലുള്ള പരിപാടികൾ ആഗ്രഹിച്ചിരിക്കുകയാണ്. ഉദ്ഘാടകനായി ഒറ്റപ്പാലം MLAയും ഈ വേദി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കുട്ടികളോട് ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. നാടിനെ നശിപ്പിക്കുന്ന, നമ്മളെ നശിപ്പിക്കുന്ന, നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി കുടുംബത്തെ തകർക്കുന്നതായി ലഹരി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ എല്ലാ കേന്ദ്രങ്ങളിലും ലഹരി സുതാര്യമായി, സുലഭമായി കിട്ടുന്നൊരു സാഹചര്യം വരുന്നു. IT പാർക്കിൽ വരെ ലഹരി ലഭിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് നാട് മാറുമ്പോൾ ആ നാട്ടിൽ നിന്ന് നമ്മുടെ കുട്ടികളെ ഈ ലഹരി സംഘം റാഞ്ചി കൊണ്ടുപോകാതിരിക്കാൻ നമ്മുടെ കുടുംബവും രക്ഷിതാക്കളും കൃത്യമായി ഇടപെടുകയും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്തരം ലഹരിക്ക് അടിമയാകാതെ നിങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്നും ലഹരിക്കെതിരെയുള്ള വലിയ പോരാട്ടത്തിന് കുട്ടികൾ അതിലൊക്കെ പങ്കാളികളാകണമെന്നും ഗവൺമെൻറ് നടത്തുന്ന നല്ല ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ, ത്രിതല പഞ്ചായത്ത് നടത്തുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങളുടെ പങ്കുണ്ടാകണമെന്നും ഭാവിയിൽ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്ന രക്ഷിതാക്കൾ അവർ കാണുന്ന നല്ല സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ചു നിർത്തുന്നു. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഡീൽ അക്കാഡമിയുടെ 13ാം വാർഷികമാണ് നടക്കുന്നത്. ഇതിൽ മിക്കവാറും എല്ലാ വാർഷികത്തിനും വളരെ സന്തോഷത്തോടു കൂടി ഞാൻ പങ്കെടുക്കാറുണ്ട്. കാരണം വിഷ്ണു എൻ്റെ ശിഷ്യനാണ്. നല്ലൊരു മാപ്പിള സ്കൂളിൽ ഞങ്ങൾക്ക് അന്ന് തന്നെ ഒരു കലാകാരനെ വിഷ്ണുവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മിക്കവാറും ദിവസങ്ങളിൽ വിഷ്ണുവിൻ്റെ ഒരു പാട്ടെങ്കിലും കേൾക്കാതെ സ്കൂളിൽ നിന്ന് പിരിയാറില്ല. വിഷ്ണുവിനുള്ള പ്രത്യേകത, ഈ 13 വർഷം കൊണ്ട് 500ഓളം കുട്ടികളെ ഇതാക്കി ഇത്രയും വലിയ സ്ഥാപനമാക്കി ഇത് മാറ്റാൻ കഴിഞ്ഞത്. സാധാരണ നമ്മൾ കാണുന്നത് ട്യൂഷൻ സെൻ്ററുകളും അൺഎയ്ഡഡ് സ്ഥാപനങ്ങളൊക്കെ സാമ്പത്തിക ലാഭം കണക്കാക്കി മാത്രമാണ് പ്രവർത്തിക്കാറ്. പക്ഷേ വിഷ്ണു അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്, വിഷ്ണു അത്ര വലിയ ഒരു സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബത്തിൽ നിന്നും വരുന്ന ആളല്ല. പക്ഷേ ഇതിനെ പഠിക്കാനുമുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അറിഞ്ഞുകൊണ്ട് തന്നെയാവും 50ഓളം കുട്ടികൾക്ക് സൗജന്യമായി വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ മിതമായ ഫീസ് നൽകിക്കൊണ്ടും നമ്മുടെ അലനല്ലൂർ മേഖലയിൽ വിദ്യാഭ്യാസത്തിന് നല്ലൊരു പുരോഗതി നൽകാൻ വിഷ്ണു ശ്രദ്ധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല മുൻനിര കൊടുക്കുന്നത്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അലനല്ലൂർ മേഖലയിൽ ഞങ്ങൾ ഒരു പ്രയാസം ആർക്കെങ്കിലും എവിടെയെങ്കിലും അനുഭവപ്പെട്ടാൽ അതിലാദ്യം ഓർമ്മ വരുന്നൊരു പേര് വിഷ്ണു തന്നെയാണ്. വിഷ്ണു വന്ന് അതിനുവേണ്ട എല്ലാ സാമ്പത്തിക സഹായങ്ങൾക്കും മറ്റു മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ വിഷ്ണുവിന് കഴിയും. അപ്പോൾ ഇത്തരം ഒരു നല്ലൊരു ചെറുപ്പക്കാരൻ അലനല്ലൂർ നമ്മുടെ നല്ലൊരു സ്ഥാപനം നടത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. അതുപോലെ തന്നെ ഈ നാട്ടിൽ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പുരോഗതി ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. എന്തായാലും വിഷ്ണുവിൻ്റെ ഈ സ്ഥാപനം കൂടുതൽ നന്നായി വളരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട്
എൻ്റെ പ്രിയ ശിഷ്യന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ ഡീൽ അക്കാഡമി, ഡീൽ എന്ന പേര് പോലെ തന്നെ ജനങ്ങളോടും വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും അതുപോലെ തന്നെ സമൂഹത്തിലും നല്ല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ സ്ഥാപനം വർഷം തോറും വളർന്നു വരുന്നത്. ഇതിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ശ്രദ്ധിക്കുക. KL 53C 5956, KL 53C 5956 അൾട്ടോ കാർ വാഹനം മാറ്റി പാർക്ക് ചെയ്യണമെന്ന് വളണ്ടിയേഴ്സ് അറിയിക്കുന്നു. 2 വാക്കാശംസകൾ നേരെ ശശിയേട്ടനെ ക്ഷണിക്കുന്നു. പാലിയേറ്റീവിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ശശിയേട്ടൻ. ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ശ്രീ മഹേഷ് കുഞ്ഞുമോൻ അടക്കമുള്ള വേദിയിലും സദസ്സിലുമൊക്കെ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കന്മാരെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, ആദ്യമായി ഡീൽ അക്കാദമിയുടെ ഈ 13ാം വാർഷികത്തിലുള്ള ആശംസ ഞാൻ അറിയിക്കുകയാണ്. അലനല്ലൂരിലെ കലാ സാംസ്കാരിക കാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് വിഷ്ണുവിൻ്റെ ഡീൽ അക്കാദമി. ഞാൻ പാലിയേറ്റീവിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഇവിടെ പാലിയേറ്റീവ് തുടക്കം കുറിച്ച അന്നു മുതൽ എല്ലാ വർഷവും നമ്മുടെ രോഗീ പരിചരണത്തിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം അത് വർഷത്തിൽ ഒരു പ്രാവശ്യമൊന്നുമല്ല, എല്ലാ വർഷവും 2-3 പ്രാവശ്യമൊക്കെ നമ്മളെ വിളിച്ച് ഈ രോഗീ പരിചരണത്തിനുള്ള വലിയൊരു സംഭാവന, ഓരോ സാധനങ്ങൾ വാങ്ങാനും സാമ്പത്തികമായിട്ടൊക്കെ വിഷ്ണു എല്ലാം തരാറുണ്ട്. മാത്രമല്ല വിഷ്ണു ഞങ്ങളുടെ രോഗീ പരിചരണത്തിനുള്ള പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നടത്തിപ്പിൻ്റെ ഒരാൾ കൂടിയാണ്. ഞങ്ങളൊരു ഈ കമ്മിറ്റി മെമ്പർ കൂടിയാണ് വിഷ്ണു. അതുകൊണ്ട് ഈ സഹായത്തിന് ഞാൻ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിൻ്റെ നന്ദി ഇവിടെ അറിയിക്കുകയാണ്. ഇവിടെ ഒരുപാട് കുറച്ച് കാലങ്ങൾക്ക് തുടക്കം മുതൽക്ക് ഒരുപാട് കുട്ടികൾ നല്ല ഉന്നത സ്ഥാനങ്ങളിലൊക്കെ എത്തി. അതുപോലെ ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ല ഭാവി ഉണ്ടാവട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുകയാണ്. ഈ പാലിയേറ്റീവ് കെയർ ചെയ്തു തരുന്ന സഹായത്തിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. താങ്ക് യു. അടുത്ത നമ്മുടെ യൂസഫ് ഫാക്കത്ത് അവർകളെ ക്ഷണിക്കും. 2 വാക്ക് എല്ലാവരും സംസാരിച്ചിട്ട്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്നില്ല. ഇവിടെ ഡീലിനെ കുറിച്ച് ഇനി എന്തെങ്കിലും പറയേണ്ട ആവശ്യവുമില്ല. മാത്രവുമല്ല, കുറച്ച് വർഷങ്ങളായിട്ട് എല്ലാ വർഷവും നമ്മൾ ഇവിടെ പങ്കെടുക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ സുഹൃത്ത് ഷഹനീർ ബാബുവിൻ്റെ ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ ഡീലിൻ്റെ തുടക്കം മുതൽ കഴിഞ്ഞ അധ്യയന വർഷം അവസാനിക്കുന്നത് വരെയുള്ള പരിപാടികൾ നിങ്ങളിവിടെ ഡീലിൻ്റെ ഒരു റിപ്പോർട്ട് പോലെ നിങ്ങൾ കാണുകയുണ്ടായി. അതിലപ്പുറം ഇനി നമുക്കൊന്നും പറയാനില്ല. മാത്രവുമല്ല, അതിനുശേഷം എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും ഡീലിൻ്റെ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ വിഷ്ണുവിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലടക്കമുള്ള ഇടപെടലുകളുമെല്ലാം വളരെ സവിസ്തരം ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. അതുകൊണ്ട് കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കാതെ ഒരൊറ്റ കാര്യം മാത്രം പറയുകയാണ്. ഈ ചടങ്ങിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം ബഹുമാന്യനായ നമ്മുടെ ഒറ്റപ്പാലം MLA നിർവഹിക്കാനുണ്ട്. അദ്ദേഹം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനുവേണ്ടി പരിപാടിയിൽ ലാഗിങ് വേണ്ട എന്നുള്ള നിലക്കാണ് മറ്റുള്ള പരിപാടികൾ കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് MLA വരുന്ന സമയത്തൊരു ബ്രേക്ക് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗം കൂടി ഇവിടെ നടക്കാനുണ്ട് എന്നുള്ളത് അറിയിക്കുകയാണ്. ഈ ഡീലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, ഈ ചടങ്ങിന് മാത്രമല്ല എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ്റെയും എൻ്റെ സംഘടനയുടെയും ആത്മാർത്ഥമായിട്ടുള്ള എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഹലോ. റഹീസ്
എടത്തനാട്ടുകരെ പാലിയേറ്റീവ് റെപ്രസെൻറ്റേറ്റീവായിട്ട് റവീസിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 13 വർഷക്കാലം 13 വർഷം പിന്നിടുമ്പോൾ ഈ ഡീൽ അക്കാദമിയെ പോലെ തന്നെ പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോ സ്റ്റെപ്പ് എടുത്തു വെക്കുമ്പോഴും എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയറിനെ സംബന്ധിച്ചിടത്തോളം എന്നും കൂടെ നിന്നിട്ടുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ കണ്ണടച്ച് പിടിച്ച്, അല്ലെങ്കിൽ നമുക്ക് നെഞ്ചത്ത് കൈവച്ച് സംസാരിച്ച് പറയാൻ പറ്റുമെന്നൊക്കെ പറയില്ലേ. കാരണം പലപ്പോഴും വിളിച്ചിട്ട് എന്തെങ്കിലും ഉപകരണങ്ങൾ കമ്മിയുണ്ടോ, എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമുണ്ടോ എന്ന് ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്നൊരു സ്ഥാപനമാണ് പ്രിയപ്പെട്ട വിഷ്ണുവിൻ്റെ സ്ഥാപനം. ഞാൻ പലപ്പോഴും പാലിയേറ്റീവ് വേദികളിലൊക്കെ പറയാറുണ്ട്, ഇതൊരു ജീവകാരുണ്യ പ്രസ്ഥാനമല്ല പാലിയേറ്റീവ് കെയർ, മറിച്ച് അതൊരു സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കലാണ്, സ്വഭാവത്തെ രൂപീകരിക്കലാണ്. നമ്മുടെ കുട്ടികൾ ഫുൾ A+ ഒക്കെ ആയിട്ട് നല്ല പഠനം, നല്ല രീതിയിൽ +2 SSLC ഒക്കെ കഴിഞ്ഞിറങ്ങി നമ്മുടെ, അല്ലെങ്കിൽ നമുക്കൊന്ന് വയസ്സായി കഴിഞ്ഞാൽ, നമുക്കൊന്ന് പ്രായമായി കഴിഞ്ഞാൽ, നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ കൂടെ നിൽക്കാത്തൊരു മക്കളുണ്ടായ ആ പഠനം കൊണ്ട് ആവശ്യമുണ്ടോ? എന്നിങ്ങനെ ആലോചിച്ച് നോക്കിയേ. ഇന്ന് നമ്മുടെ നാട്ടിൽ വരുന്ന കുറ്റകൃത്യങ്ങളിലൊക്കെ പഠനമില്ലാത്തത് കൊണ്ടാണോ അവർ കുറ്റകൃത്യം ചെയ്യുന്നത്? അല്ലല്ലോ. അങ്ങനെ ഒരു സംസ്കാരം ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ 13 വർഷവും പ്രിയപ്പെട്ട വിഷ്ണുവിൻ്റെ നേതൃത്വത്തിൽ ആദ്യമായി ചെയ്തത്, അല്ലെങ്കിൽ കൂടെ പഠനത്തോടൊപ്പം തന്നെ ചെയ്തത്, ആ ഒരു സംസ്കാരം ഉയർത്തിപ്പിടിക്കലാണ്. അതിൻ്റെയൊക്കെ ഭാഗമായാണ് പാലിയേറ്റീവിൻ്റെ പ്രതിനിധിയായി പലപ്പോഴും പല കാര്യങ്ങളും ഏറ്റുവാങ്ങാൻ ഇത്തരം വേദികളിൽ, ഡീലിൻ്റെ വേദിയിൽ, വിഷ്ണുവിൻ്റെ ചടങ്ങുകളിൽ എത്താറുള്ളത്. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു സംഗതി, കുറേ ആളുകൾ എൻ്റെ പുറകു സൈഡിൽ ഇരിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ A+ വാരിക്കൂട്ടുമ്പോൾ, അല്ലെങ്കിൽ വലിയ വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു വിഭാഗമാണ് ട്യൂഷൻ സെൻ്ററുകൾ. അങ്ങനെ തന്നെ പറയേണ്ടി വരും അല്ലേ? കുറേ അംഗീകാരങ്ങളും മറ്റു സംവിധാനങ്ങളൊക്കെ പല സ്ഥാപനങ്ങൾക്കും കൊടുക്കുമ്പോൾ ട്യൂഷൻ സെൻ്ററുകളെ വിട്ടുപോകാറുണ്ട്. സത്യത്തിൽ ഈ വലിയ വിജയത്തിലേക്ക് എൻ്റെ നാട്ടിലായാലും അലനല്ലൂരായാലും മറ്റൊക്കെ നോക്കിക്കൊണ്ടു നമ്മുടെ കുട്ടികളെ കൈപ്പിടിച്ചുയർത്തികളിൽ ട്യൂഷൻ സെൻ്ററുകൾക്ക് വലിയ പങ്കുണ്ട്. ഒരു 10 A+ അല്ലെങ്കിൽ വലിയൊരു വിജയത്തിലേക്ക് സ്കൂളുകളെയൊക്കെ, നമ്മുടെ നാട്ടിലെ വലിയ സ്കൂളുകളെയൊക്കെ കൈപ്പിടിച്ചുയർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ട്യൂഷൻ സെൻ്ററുകളുണ്ട്. പ്രത്യേകിച്ച് വിഷ്ണു കോർഡിനേറ്റ് ചെയ്യുന്ന, വിഷ്ണു നേതൃത്വം നൽകുന്ന ഡീല് പോലുള്ള സ്ഥാപനങ്ങൾ. ആ സ്ഥാപനങ്ങൾ കൂടി നമ്മൾ ഇത്രയും ഇത്രയും അവാർഡിലേക്കും, അതുപോലെ തന്നെ ഇത്രയും അവരെയും കൂടിയും ഒരു അർഹതപ്പെട്ട ഒരു അഭിനന്ദനം, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു സപ്പോർട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് എല്ലാ പ്രാവശ്യം കൊടുക്കുന്നതോടൊപ്പം ഒന്നും കൂടി ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ 13 വർഷത്തെ ഈ ഒരു വാർഷികത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഹലോ, ഇനി നമ്മൾ ഈ ചടങ്ങിൽ വെച്ച് പാലിയേറ്റീവ് കെയറിലേക്കുള്ള ഫണ്ട് സഹായം നൽകുകയാണ്. നൽകുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. പാലിയേറ്റീവ് കെയറിലേക്കുള്ള ഫണ്ട് സഹായം നൽകുകയാണ്. ആദ്യം അലനല്ലൂർ പാലിയേറ്റീവ് കെയറിലേക്കുള്ള സഹായം നൽകുകയാണ്. അലനല്ലൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിലേക്കുള്ള ധനസഹായ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയറിലേക്കുള്ള ധനസഹായ വിതരണം. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി എടത്തനാട്ടുകര പാലിയേറ്റീവിൻ്റെ പ്രതിനിധി റഹീസ് അവറുകളെ ക്ഷണിക്കുന്നു. താങ്ക് യു. അടുത്തതായി ഈ അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ 9ാം ക്ലാസ്സിൽ നിന്ന് എൻട്രൻസ് എക്സാം നടത്തിക്കൊണ്ടാണ്, ടാലൻറ്റ് ടെസ്റ്റ് എക്സാം നടത്തിക്കൊണ്ടാണ് വിദ്യാർത്ഥികളെ 10ാം ക്ലാസ്സിലേക്ക് ഡീൽ അക്കാദമി അഡ്മിഷൻ നൽകിയത്. ആ എൻട്രൻസ് എക്സാമിൽ ആദ്യ 3 സ്ഥാനത്തെത്തിയ വിജയികൾക്കുള്ള ക്യാഷ് പ്രൈസും അവാർഡ് വിതരണവുമാണ് ഇപ്പോൾ നടക്കുന്നത്. പേര് വിളിക്കുന്ന വിദ്യാർത്ഥികൾ സ്റ്റേജിലെത്തി ക്യാഷ് പ്രൈസ് ഏറ്റുവാങ്ങണമെന്ന് അറിയിക്കുന്നു. 1ാം സ്ഥാനത്തിന് അർഹരായിരിക്കുന്നു വൈഗാബിനുവിനുള്ള ക്യാഷ് അവാർഡ് വിതരണം ചെയ്യുന്നു. ഇന്നത്തെ മുഖ്യാതിഥി മഹേഷ് കുഞ്ഞുമോൻ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വൈഗയെയും ക്യാഷ് പ്രൈസ് നൽകുന്നതിന് വേണ്ടി മഹേഷ് കുഞ്ഞുമോൻ അവരുകളെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. 2ാം സ്ഥാനം അഫീഫ ഫാത്തിമ. 3ാം സ്ഥാനം ആയിഷ റിസാക്കെ. വിദ്യാർത്ഥിനികൾ പെട്ടെന്ന് എത്തണമെന്ന് അറിയിക്കുന്നു.
കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ നടത്തിയ എൻട്രൻസ് എക്സാമിൽ ഉയർന്ന മാർക്ക് നേടിയ 2ാം സ്ഥാനത്തിന് അർഹയായ അഫീഫ ഫാത്തിമക്ക് മഹേഷ് കുഞ്ഞുമോൻ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നു. 3ാം സ്ഥാനത്തിന് അർഹയായിരിക്കുന്നു ആയിഷ റിസാക്കെ. ഓക്കെ, താങ്ക് യു. രണ്ടു വാക്ക് ആശംസകൾ നേരുന്നതിന് വേണ്ടി അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം. വളരെ അഭിമാനത്തോടുകൂടി അലനല്ലൂരിൻ്റെ മണ്ണിലേക്ക് വന്ന പ്രിയപ്പെട്ട മഹേഷ് കുഞ്ഞുമോനെ വളരെ സ്നേഹത്തോടെ നമുക്ക് രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളെ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട അലനല്ലൂരുകാരെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് അലനല്ലൂർ വരുന്നത്. ആദ്യമായിട്ട് വന്നപ്പോൾ തന്നെ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വളരെയേറെ സന്തോഷം ഉള്ള ഒരു സമയത്തിലേക്ക് വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രധാന അധ്യാപകനായ വിഷ്ണു അലനല്ലൂർ, വിഷ്ണു ചേട്ടനെ എനിക്ക് പരിചയം. ഇപ്പോൾ കേരളത്തിലെ ഏതൊരു മിമിക്രിക്കാരനും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നത്, അല്ലെങ്കിൽ ആ മിമിക്രിക്കാർക്ക് ഒരു വേദി, അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് നാട്ടിനപ്പുറത്തേക്ക്, നമ്മുടെ നാട്ടിലല്ലാതെ കേരളത്തിലെ മറ്റ് ജില്ലകളിൽ തിരിച്ചറിയപ്പെടുന്ന രീതിയിൽ ഒരു അവസരം തന്നത് ഫ്ലവേഴ്സ് ചാനലിലെ കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിലൂടെയാണ് ഞാൻ ടെലിവിഷൻ രംഗത്തിലേക്ക് കടന്നു വന്നത്. ടെലിവിഷനിലൂടെ ആദ്യമായിട്ട് മലയാളികൾ എന്നെ കാണുന്നതും കോമഡി ഉത്സവത്തിലൂടെയാണ്. ഞാൻ മാത്രമല്ല, കേരളത്തിലുള്ള മറ്റ് മിമിക്രിക്കാരെല്ലാവരും. അന്ന് പരിചയപ്പെട്ടതാണ് വിഷ്ണു ചേട്ടനെ. അതിനുശേഷം അന്ന് എനിക്കറിയില്ലായിരുന്നു വിഷ്ണു ചേട്ടന് ഇങ്ങനെ ഒരു ട്യൂഷൻ സെൻ്റർ ഉണ്ടെന്നും. അത് ഞാനിപ്പോൾ വളരെ കുറച്ച് നാൾക്ക് ശേഷമാണ് അറിഞ്ഞത്. പക്ഷേ ഒരുപാട് സന്തോഷമുണ്ട്. അതിനോടൊപ്പം വളരെയധികം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം നിങ്ങൾ മുമ്പ് കണ്ട വീഡിയോ, അതായത് നമ്മൾ ഒന്നുമില്ലാത്തതിൽ നിന്ന് കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയതാണ് ഇപ്പോൾ കാണുന്ന ഈ കുട്ടികളും ഈ വിജയവും എല്ലാം. ഡീൽ അക്കാഡമി, ഒരു അക്കാഡമി, ഒരു ട്യൂഷൻ സെൻറ്റർ, ഒരു 13 വർഷക്കാലം വളരെ നല്ല വിജയത്തോടെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. പിന്നെ വിഷ്ണു ചേട്ടൻ സംസാരിച്ചപ്പോൾ അല്പം ഇമോഷണലായി. കാരണം അദ്ദേഹത്തിന് ഇമോഷണൽ ആവാനുള്ള പ്രധാന കാരണം അദ്ദേഹം പറഞ്ഞിരുന്നു, അലനല്ലൂരുകാരുടെ സ്നേഹം കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയെന്ന് പറഞ്ഞു. കാരണം ഏതൊരു കലാകാരനും സ്വന്തം നാട്ടിൽ കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ ഞാനതൊക്കെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അലനല്ലൂരുകാർക്ക്, വിഷ്ണു ചേട്ടന് അലനല്ലൂരുകാർ എന്നും ഒരു സ്വത്ത് തന്നെയാണ്. മാത്രമല്ല അലനല്ലൂരിലുള്ള എല്ലാ മാതാപിതാക്കൾക്കും അവരുടെ കുട്ടികൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കണം, അതായത് അവരുടെ ഭാവി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരെന്തായാലും ഡീൽ അക്കാഡമിയിൽ ചെന്ന് പഠിക്കണം. കാരണം ആ വിജയത്തിൻ്റെ ഒരു ഉദാഹരണങ്ങളാണ് ഈ കാണുന്ന ഇത്രയും. അതായത് 6 കുട്ടികളിൽ തുടങ്ങി ഇപ്പോൾ ഒരു 500-ലധികം കുട്ടികൾ ഇവിടെ ട്യൂഷനിൽ പഠിക്കുന്നുണ്ട്. മാത്രമല്ല ഓരോ അധ്യയന വർഷം അവസാനിക്കുമ്പോഴും ഒരുപാട് നല്ല പൂർണ്ണ വിജയം നേടിയ, പൂർണ്ണ വിജയം മാത്രമല്ല വിജയത്തിൻ്റെ ഒരുപാട് കുട്ടികളെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഡീൽ അക്കാഡമി സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു 13 വർഷത്തിലേക്ക് കിടക്കുന്ന ഡീൽ അക്കാഡമിക്കും. ഒപ്പം വിഷ്ണു ചേട്ടനും എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. മാത്രമല്ല ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ശബ്ദം കേട്ടു, ഭയങ്കര ശബ്ദമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി
ഡീൽ അക്കാഡമിയുടെ എനർജി എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. കാരണം സാധാരണ വേദികളിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്ന് കൈയടിക്കൂ, ഒന്ന് കൂവൂ, എനർജിയായിട്ട് കൈയടിക്കൂ, ഒന്ന് ആർപ്പ് വിളിക്കൂ എന്നൊക്കെ നമ്മൾ സ്റ്റേജിൽ നിന്ന് പറയുമ്പോൾ മാത്രമാണ് കാണുന്നത്. പക്ഷേ ഞാനിങ്ങോട്ട് വന്നപ്പോൾ എല്ലാവരും നല്ല എനർജറ്റിക്കായിട്ട് നല്ല ഇവിടെ പാടിയ കുട്ടിക്ക് നല്ല സപ്പോർട്ടും എല്ലാം ഇത് കൊടുക്കുന്നത് കണ്ടു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇപ്പോഴും ഞാൻ തുടക്കത്തിൽ കണ്ടപോലെ തന്നെ പലരും പല 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 ഭാഗത്തേക്ക് ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ്, പലരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു കുറച്ച് നേരമുണ്ട്. ആ കുറച്ച് നേരം ഞാൻ നിങ്ങളുടെ മുന്നിൽ എൻ്റെ കുറച്ച് അനുകരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം പൂർണ്ണമായിട്ടുള്ള ഒരു ശ്രദ്ധ ഈ സ്റ്റേജിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. കാരണം നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ചെയ്തിട്ട് നിങ്ങളൊന്ന് ഹാപ്പിയായ ഞാൻ എന്ന കലാകാരന് കിട്ടുന്ന വലിയൊരു സന്തോഷമായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ടൊന്ന് കൈയടിച്ചേ. ഈ കൈയടി പോരാ. ഇങ്ങനെയാണോ കൈയടിക്കുക? എങ്ങനെയാണ് കൈയടിക്കേണ്ടത്? ഇതാണ് നമ്മുടെ ഡീൽ അക്കാഡമിയുടെ ശബ്ദം, ഡീൽ അക്കാഡമിയുടെ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് വിജയങ്ങളുമായിട്ട് ഡീൽ അക്കാഡമിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. ഹലോ, ഒരു ചെറിയൊരു മൊമെൻ്റ് കൂടി നൽകേണ്ടതുണ്ട്. എന്നെപ്പോലെ ഒരുപാട് കലാകാരന്മാരെ, നമ്മുടെ സുരേന്ദ്രനൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ, അലനല്ലൂരിലുള്ള സുരേന്ദ്രൻ, അങ്ങനെ ഒരുപാട് കലാകാരന്മാർക്ക് പാട്ട് പഠിപ്പിച്ചും വേദി കൊടുത്തുമൊക്കെ അനുഗ്രഹീതനാക്കിയ ഒരു നല്ലൊരു കലാകാരൻ എൻ്റെ മുൻവശത്തിരിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നത് അദ്ദേഹമാണ്, ഈ സ്ക്രീൻ പ്ലേ ചെയ്യുന്ന അദ്ദേഹമാണ്. നമ്മുടെ എല്ലാ മണ്ണാർക്കാട്ടുകാരുടെ അഭിമാനമായിട്ടുള്ള, അദ്ദേഹം പോലും അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു സ്നേഹം കൊടുക്കുന്നത്. ഡീൽ അക്കാദമിയുടെ ഈ വർഷത്തെ ആദരവും അദ്ദേഹത്തിനാണ് കൊടുക്കുന്നത്. ബഷീർ മണ്ണാർക്കാട് എന്ന മഹാനായ കലാകാരൻ ഒരുപാട് വിദ്യാർത്ഥികളെ സ്റ്റേറ്റ് കലോത്സവങ്ങളിലും അതുപോലെ തന്നെ ഒട്ടുമിക്ക ചാനലുകളിലും ഒക്കെ എത്തിക്കാൻ ചുക്കാൻ പിടിച്ച ഒരു കലാകാരനാണ് പ്രിയപ്പെട്ട ബഷീർക്ക. അദ്ദേഹം ഒരിക്കൽ പോലും ഈ ഒരു സംഭവം പ്രതീക്ഷ ഉണ്ടാവില്ല. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഒരു ആദരവ് നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. മണ്ണാർക്കാടുകാർക്ക് ഡബിൾ വോയിസ് ബഷീർ എന്നാണ് അറിയപ്പെടുക. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് നമുക്ക് കേൾക്കല്ലേ അതിനുശേഷം? ഓക്കെ. അപ്പോൾ ആദരവ് നൽകുന്നതിന് വേണ്ടി നമ്മുടെ ഒരു കലാകാരനായിട്ടുള്ള മഹേഷിനെ തന്നെ ക്ഷണിക്കുകയാണ്, ഒരു പൊന്നാട ഇട്ടുകൊണ്ട് അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട്. വിസ്മയക്കുള്ള ഉപഹാരം നൽകുന്നതിന് ബ്ലോക്ക് മെമ്പർ ബഷീർ തക്കൻ സാറെ ക്ഷണിക്കുന്നു. വിസ്മയ, അൻസിയ, ആയിഷ ഹസ്ന എം, ഫിദ ഷെറിൻ, അലീമ സാദിയ, ഷാനിഫ്, നെയ്ഷാന, റിയ ഫാത്തിമ, അബൈ ആർഎസ്, മിഥിലാജ് കെ പി, നവനീത്, ആദിത്യൻ പി, അശ്വിൻ കൃഷ്ണ പി, ആദിത്യൻ സി. പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. പേര് വിളിച്ച മുഴുവൻ വിദ്യാർത്ഥികളും വേദിയിലെത്തണമെന്ന് അറിയിക്കുന്നു. ആയിഷ ഹസ്ന, ഫിദ ഷെറിൻ. വിദ്യാർത്ഥികളെ മുന്നിൽ റെഡിയായി നിൽക്കണമെന്ന് അറിയിക്കുന്നു. പെട്ടെന്ന് തന്നെ തേട്ടോ. ഫിദ ഷെറിൻ, അലീമ സാദിയ, ഷാനിഫ്, +2 വിദ്യാർത്ഥികൾ ഒരുമിച്ച് ഫോട്ടോ കൂടെ നിന്ന ശേഷമേ പോകാവൂന്ന് അറിയിക്കുന്നു. SSLC വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് നൽകിയ ഓർഡർ അനുസരിച്ച് വേദിയുടെ മുന്നിലെത്തണമെന്ന് അറിയിക്കുന്നു. ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥികളാണ് ആദ്യം എത്തേണ്ടത്. റിയ ഫാത്തിമ,
ഫുൾ A+, അതിന് പിറകെ 9A+, പിന്നെ 8A+. ഈ ഒരു ഓർഡറിൽ വേദിക്കരികത്ത് എത്തണമെന്ന് അറിയിക്കുന്നു. അബി RS. നവനീത്. ആദിത്യൻ. അശ്വിൻ കൃഷ്ണ. ആദിത്യൻ. ആയിഷ ഹസ്ന. +2 മുഴുവൻ വിദ്യാർത്ഥികളും ഫോട്ടോയ്ക്ക് വേണ്ടി സ്റ്റേജിലെത്തണമെന്ന് അറിയിക്കുന്നു. ആയിഷ ഹസ്ന. ആയിഷ ഹസ്നക്കുള്ള ഉപഹാരം നൽകുന്നു. മിഥിലാജ് KP. +2 മുഴുവൻ വിദ്യാർത്ഥികളും സ്റ്റേജിലെത്തണമെന്ന് അറിയിക്കുകയാണ്. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഉന്നത മാർക്ക് നേടി ഡീൽ അക്കാദമിയുടെ അഭിമാന താരങ്ങളായി വിജയിച്ച +2 സയൻസിലെ വിദ്യാർത്ഥികളും മുഴുവൻ ആളുകളും ഫോട്ടോയ്ക്ക് വേണ്ടി ഈ സ്റ്റേജിലെത്തണമെന്ന് അറിയിക്കുന്നു. അടുത്തതായി 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണമാണ്. ആദ്യം ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ പേരുകളാണ് വിളിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ വേദിയിലെത്തി ഉപഹാരം കൈപ്പറ്റണമെന്ന് അറിയിക്കുന്നു. മൊമെന്റ് മേടിക്കുന്ന കുട്ടികൾ ഇവിടെ നിൽക്കണം കേട്ടോ, പോവരുത്. ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്, പോവരുത് കേട്ടോ. നമ്മളെ 10th ക്ലാസ് എടുത്തുന്ന ടീച്ചേഴ്സ് ഒന്ന് സ്റ്റേജിലേക്ക് വന്നാ വേഗം വാ. മറിയം മിസ് ഒന്ന് വന്നാ നിങ്ങൾ എല്ലാവരും ഒന്ന് വാ. ജസീന മിസ്സൊക്കെ ഒന്ന് വരിങ്ങളെ. Let's welcome SSLC full A+ students. Farhana. Fatima Farhana, please come onto the stage. Aisha Siddiqa. Rushda.
ഫാത്തിമ ദിയ. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ഈ വർഷം ഇവർ ഉപഹാരം വാങ്ങുന്നു. അടുത്ത വർഷം നമ്മളും ഇതേപോലെ ഈ വേദിയിലെത്തി ഉപഹാരം വാങ്ങേണ്ടവരാണ്. നിങ്ങൾക്കുള്ളൊരു മോട്ടിവേഷൻ കൂടിയാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അഫ്നാസ്, ഹർഷ നസാർ, മുഫീദ, റഷ പി, തമന്ന ഷാനി പി, അൻസില കെ, നാദിയ കെ, മിഥുൻ, ആർഷ് ടി പി, ഹല റസ്മി, മെഹറിൻ, റാനിയ ഫിറോസ്, ഫാത്തിമ നജ, ഷിഗ എം പി, ഹന്ന ഫാത്തിമ, ലിബ ഫെമിൻ, ഹിനാൻ, ആദർശ്, അമൻ വി വൈ, ഹിദ ഫാത്തിമ, മിഷൽ, ഹിദ ഫാത്തിമ, റിദ ഫാത്തിമ, നന്ദന വി, ദീന ഷാനവാസ്, സഫ്ല കെ, മുഹമ്മദ്
മുഹമ്മദ് ഷാമിൽ പി, മുഹമ്മദ് ഷിഫിൻ, ഷിബില, അംന, മുഹമ്മദ് ഉനൈസ്, ശ്രീലക്ഷ്മി ആർ നായർ, രേഖ സി, സ്വാതി പി, നിരഞ്ജന എം, ലക്ഷ്മി കാർത്തിക, ഹിത ഫാത്തിമ, അടുത്തത് 9A+ കിട്ടിയ കുട്ടികളാണ്. പേര് വിളിക്കുന്നവർ വേദിയിലെത്തണമെന്ന് അറിയിക്കുന്നു. ഫൈഹ, അർഷ, ഹന ഫാത്തിമ, സിനാൻ ടി കെ, സിനാൻ, അഷർ, ഹന ഫാത്തിമ, ഹന ഫാത്തിമ ചെല്ലു, ഹന ഫാത്തിമ, സിനാൻ ടി കെ, സിനാൻ ടി കെ, അഷർ, അഷർ, ഹാദിൻ, നെക്സ്റ്റ് ഹാദിൻ, ഹാദിൻ, ഹന ഫാത്തിമ, ഹാദിൻ, 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 റിഫാന, റിഫാന, മുഹമ്മദ് റിംഷാദ്, മുഹമ്മദ് റിംഷാദ്, ഫാത്തിമത്ത് സാമിയ, ഫാത്തിമത്ത് സാമിയ, ഫാത്തിമ ഷിഫാസി, ഫാത്തിമ ഷിഫ, മുഹമ്മദ് അദാൻ. ഇനി 8A+ വാങ്ങിയ കുട്ടികളാണ്. ആദ്യം മുഹമ്മദ് അസ്ലം എ പി, മുഹമ്മദ് അസ്ലം എ പി, അഭിഷേക്, ആഷിക ഷെറിൻ, റിൻഷിദ, ഷഹ്മ കെ കെ, ഷഹ്മ കെ കെ, ഷഹ്മ കെ കെ, ത്വയ്ബ സൈദ, ത്വയ്ബ സൈദ, ഫാത്തിമത്ത് ഷാദിയ, ഫാത്തിമത്ത് ഷാദിയ, സ്വാലിഹ സി, സ്വാലിഹ സി, സ്വാലിഹ സി, അഷ്മിൽ, ഭദ്ര, ഭദ്ര, ഫുൾ A+ വാങ്ങിയ കുട്ടിയാണ് ഭദ്ര എസ് നായർ.
അനുമോദനം വാങ്ങിക്കുന്നതിന് വേണ്ടി വൈകി എത്തിച്ചേർന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരിക. അനുമോദനം വാങ്ങിക്കുന്നതിനായി വൈകി എത്തിയ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരിക. ടീച്ചേഴ്സ് അല്ലോ. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന പ്രിയങ്കരനായ ഒറ്റപ്പാലം MLA പ്രേംകുമാർ സാർ, അദ്ദേഹം വിവിധ പരിപാടികൾക്കിടയിൽ അല്പം വൈകിയതുകൊണ്ട് നമ്മൾ ഉദ്ഘാടന പ്രസംഗം മാത്രം മാറ്റിവെച്ച് പരിപാടികളുമായി മുന്നോട്ട് പോകുകയാണ് ഉണ്ടായത്. അല്പം വൈകിയിട്ടാണെങ്കിലും അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇന്നത്തെ ഈ ഡീലിൻ്റെ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രിയങ്കരനായ ഒറ്റപ്പാലം MLA പ്രേംകുമാർ സാറിനെ ആദരപൂർവം ക്ഷണിക്കുന്നു. വേദിയിലുള്ള ഏറ്റവും ആദരണീയരും ബഹുമാന്യരുമായവരെ, സദസ്സിലുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട വിഷ്ണുവിൻ്റെ സുഹൃത്തായ വിഷ്ണുവിൻ്റെ ഐഡിയൽ അക്കാദമി അലനല്ലൂരിൻ്റെ 13ാമത് വാർഷികാഘോഷ പരിപാടികൾ വളരെ വിപുലമായ നിലയിൽ മികച്ച പങ്കാളിത്തത്തോടെ ഉത്സവാന്തരീക്ഷത്തിൽ ഇവിടെ നടക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട കലാകാരൻ മഹേഷിൻ്റെ നമ്മെ എല്ലാവരെയും വിസ്മയിപ്പിച്ച കലാപ്രകടനങ്ങൾക്ക് ശേഷം യഥാർത്ഥത്തിൽ ഒരു ഉദ്ഘാടന പ്രസംഗം എന്നത് തീർത്തും അപ്രസക്തമായ ഒന്നാണ് എന്ന് തികഞ്ഞ ബോധ്യവുമുണ്ട്. ഇങ്ങനെയാണ് വിഷ്ണുവിനെ പോലെ നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവുമുള്ള ഒരു ചെറുപ്പക്കാരൻ വളരെ ചെറിയ നിലയിലുള്ള ഒരു ട്യൂഷൻ സെൻ്ററിൽ തുടങ്ങി 500-ലേറെ കുട്ടികൾ പഠിക്കുന്ന വിപുലമായ അലനല്ലൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ രംഗത്തെ ഒരു സ്ഥാപനത്തിൻ്റെ നിറവിലേക്ക് മാറിയത് എന്ന് എന്നേക്കാൾ അധികം അറിയുന്നവരാണ് ഈ നാട്ടിലുള്ള നിങ്ങളെല്ലാവരും. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നാട് കാണുന്ന ഒന്നാണ് വിദ്യാഭ്യാസം. ഞാനതിൻ്റെ മറ്റ് തലത്തിലേക്കൊന്നും ഈ സന്ദർഭത്തിൽ കിടക്കുന്നില്ല. 2-3 മിനിറ്റ് കൊണ്ട് എൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയും ചെയ്യാം. നമുക്കറിയാം, നമ്മുടെ എല്ലാം രക്ഷിതാക്കൾ, വിശേഷിച്ചും അവരുടെയൊക്കെ മനസ്സിലുള്ള ആഗ്രഹവും താല്പര്യവും നമ്മളെക്കാൾ വലിയവരായി നമ്മുടെ മക്കൾ മാറണമെന്നുള്ളതാണ്. അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകണമെന്നതാണ്. വിദ്യാഭ്യാസം നൽകുക എന്നതിലൂടെ അവരുദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത് സമൂഹത്തിൽ നല്ല അംഗീകാരവും നല്ല വരുമാനവുമൊക്കെയുള്ള തൊഴിൽ നമ്മുടെ മക്കൾക്ക് ലഭിക്കാനും അവരുടെ മികവിനനുസരിച്ച് അവർക്ക് മുന്നേറാനും കഴിയണമെന്നാണ് ഓരോ രക്ഷിതാവും ആഗ്രഹിക്കുന്നത്. ആ നിലയിലുള്ള അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവർ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നിശ്ചയമായും ഈ മേഖലയിൽ നടത്തുകയും ചെയ്യും. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറയുന്നുണ്ട് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച്,
പ്രതിസന്ധികളെ അതിജീവിക്കാൻ കരുത്തു പകരുന്നതാകണം വിദ്യാഭ്യാസമെന്ന്. ഒരു കുട്ടി 4ാം ക്ലാസ് വരെ പഠിച്ചു, ഒരു കുട്ടി MA വരെ പഠിച്ചു. അവർ വളർന്നു വലുതായി ജീവിതത്തിലൊരു പ്രശ്നം വരുമ്പോൾ 4ാം ക്ലാസ് വരെ പഠിച്ച കുട്ടിയാണോ MA വരെ പഠിച്ച കുട്ടിയാണോ ജീവിതത്തിൽ ആ പ്രശ്നത്തെ, പ്രതിസന്ധിയെ, ജീവിതത്തിലുണ്ടാകുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള കഷ്ടതകളെ ആത്മവിശ്വാസത്തോടെ അതിജീവിക്കുന്നത് എന്നതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനാകണം യഥാർത്ഥത്തിൽ കഴിയേണ്ടത് MA കഴിഞ്ഞയാൾക്കാണ്. നമ്മുടെ വിദ്യാഭ്യാസം ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളെ മറികടക്കുന്നതിന് നമുക്ക് ആത്മവിശ്വാസം തരുന്നില്ലെങ്കിൽ ആ MA കൊണ്ട് കാര്യമില്ല എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. നമ്മുടെ എല്ലാം രാജ്യത്തിൻ്റെ, ഇന്ത്യയുടെ ദേശീയഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ടാഗോറിൻ്റെ പ്രത്യേകത, അദ്ദേഹം ഇന്ത്യയുടെ മാത്രമല്ല ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനവും അദ്ദേഹം രചിക്കുകയുണ്ടായി. 2 രാജ്യങ്ങളുടെ ദേശീയഗാനം രചിച്ച മഹാനാണ് രവീന്ദ്രനാഥ ടാഗോർ. ടാഗോർ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഗാന്ധിയുമായി വളരെ ആഴത്തിലുള്ള ഒരു സംവാദം നടത്തുന്നുണ്ട്. ടാഗോർ പറയുന്നുണ്ട്, ടാഗോർ മുൻകൈയെടുത്ത് അദ്ദേഹം ഇന്ത്യയിൽ ഒരു സർവകലാശാല സ്ഥാപിച്ചു. ആ സർവകലാശാലയ്ക്ക് ടാഗോർ പേരിട്ടത് വിശ്വഭാരതി എന്നാണ്. വിദ്യാഭ്യാസം എന്നത് കേവലം കുട്ടികളെ റാങ്ക് വാങ്ങാനും ഗ്രേഡ് വാങ്ങാനും ഉയർന്ന മാർക്ക് വാങ്ങാനും മാത്രം പ്രാപ്തമാക്കുന്ന ഒന്നല്ല. വിശ്വമാനവികരാകണം നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുന്നവർ എന്നാണ് ടാഗോർ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം മുൻകൈയെടുത്ത് സ്ഥാപിച്ച സർവകലാശാലയ്ക്ക് വിശ്വഭാരതി എന്ന് പേര് നൽകിയത്. അപ്പോൾ വിദ്യാഭ്യാസമുള്ളവർ എന്നതിൻ്റെ അർത്ഥം നല്ല മനുഷ്യർ എന്നതാണ്. മനുഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം മനുഷ്യത്വമുള്ളവൻ എന്നതാണ്. ദേശത്തിൻ്റെ, ഭാഷയുടെ, ജാതിയുടെ, മതത്തിൻ്റെ, വംശത്തിൻ്റെ വേലിക്കെട്ടുകൾക്കപ്പുറത്ത് മനുഷ്യനെ മനുഷ്യനായി കാണാനും ലോകത്തെവിടെയുമുള്ള മനുഷ്യരുമായി സാഹോദര്യവും ഐക്യദാർഢ്യവും പുലർത്താനും കഴിയുന്ന ഹൃദയവിശാലതയുള്ള മക്കളാവുക എന്നതാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് മനോഹരമായി ടാഗോർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികൾ, അവർ ഏതു വിഷയത്തിൽ അവർ പ്രാവീണ്യമുള്ളവരാകട്ടെ, ഏതു മേഖലയിൽ അവർ കൂടുതൽ കഴിവും മികവും തെളിയിക്കുന്നവരാകട്ടെ, അവർക്ക് ഏറ്റവും മികച്ച മനുഷ്യരായി മാറാൻ കഴിയണം, മാനവികതയുള്ളവരായി മാറാൻ കഴിയണം. ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ, ഒരാളുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ, സൗഹൃദം സ്ഥാപിക്കുമ്പോൾ അവരുടെ ജാതിയോ മതമോ ദേശമോ ഒന്നും അതിന് തടസ്സമായി നിന്നുകൂടാത്ത നിലയിൽ മാനവികതയെ മുറുകെ പിടിക്കാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കട്ടെ. അതിന് ഐഡിയൽ അക്കാദമി എല്ലാ നിലയിലും നിങ്ങൾക്ക് കരുത്താകട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട്, ഇവിടെ വരാനും എനിക്ക് കൂടുതൽ പരിചയവും കൂടുതൽ അടുപ്പവുമില്ലാത്ത ഒട്ടേറെ മനുഷ്യരെ ഈ സന്ദർഭത്തിൽ കാണാനും കഴിഞ്ഞതിലുള്ള അഭിമാനം കൂടി ഈ സന്ദർഭത്തിൽ പങ്കുവെച്ചുകൊണ്ട്, വിഷ്ണുവിൻ്റെ സ്ഥാപനത്തിന് ഇനിയുമേറെ കൂടുതൽ ഉയരങ്ങളിലേക്ക്, വളർച്ചയിലേക്ക് മുന്നോട്ട് പോകാനാകട്ടെ. അതിന് ഈ 13ാമത് വാർഷികം നിശ്ചയമായും അത് പ്രചോദനമാകട്ടെ എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. ഒരുപാട് വൈകിയ വേളയിൽ പോലും അദ്ദേഹം ഒരുപാട് തിരക്കിനിടയിലും വന്നു. അദ്ദേഹത്തിന് നല്ലൊരു കൈയുടെ എല്ലാവരും ചേർന്ന് നൽകാം. ഒറ്റപ്പാലത്ത് നിന്നാണ് അദ്ദേഹം വരുന്നത്. വളരെ സ്നേഹം. അദ്ദേഹത്തിന് ഡീൽ അക്കാദമിയുടെ ഒരു സ്നേഹ അനുമോദനം നൽകുകയാണ്. അതിനുവേണ്ടി RK സാറിനെ ഒന്ന് ക്ഷണിക്കുകയാണ്. RK സാർ ഒന്ന് വരും. നമ്മുടെ പ്രിയപ്പെട്ട MLAക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ ജിനേഷ് ചേട്ടൻ ഒന്ന് വരും, വേദിയിലേക്ക് വരും. ജിനേഷ് ചേട്ടൻ. അപ്പം നമുക്ക് ഇനി അടുത്തൊരു വൈബിലേക്ക് കടക്കുകയാണ്. കടക്കല്ലേ? ഓക്കെ.